ദൈവിക പദ്ധതിക്കായി ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ വംശാവലിയിൽ നിന്ന് മനുഷ്യന്റെ രക്ഷയ്ക്കായി യേശു കർത്താവിനെ ജനിക്കുവാൻ ഇടയാക്കി. ആ തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ആ വംശാവലിയിൽ നമ്മൾ എങ്ങനെ കയറിക്കൂടിയേ? അബ്രഹാമിനെയും യേശു കർത്താവിനെയും നമ്മളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഘടകം വിശ്വാസം എന്ന ഘടകമാണ്. വിശ്വാസത്താലാണ് നാം ആ വംശാവലിയിൽ കയറി പറ്റിയത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം കണ്ണുമടച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ദൈവത്തിന്റെ പദ്ധതിക്കായി ഇറങ്ങിത്തിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം ഒന്നും ചോദിക്കാതെ അങ്ങ് ഇറങ്ങിത്തിരിച്ചു. മകനെ യാഗമായി കഴിക്കാൻ പറഞ്ഞപ്പോൾ വേറെ മറുത്തൊന്നും ചോദിക്കാതെ അതനുസരിച്ചു. ദൈവം എന്തു പറയുന്നോ അത് അബ്രഹാം അനുസരിക്കുമായിരുന്നു. ദൈവത്തിന് അബ്രഹാമിന് ഭയങ്കര വിശ്വാസമായിരുന്നു. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. മനുഷ്യന്റെ രക്ഷയ്ക്കായി അവസാന തുള്ളി രക്തവും ചീന്തി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. ആ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ നാം ആ യേശു കർത്താവിന്റെ രക്ഷയിൽ വിശ്വസിക്കുമ്പോൾ പഴയത് കഴിഞ്ഞു പോയി ഒരു പുതിയ സൃഷ്ടിയായി നാം ജനിച്ചു വീഴുന്നത് അബ്രഹാമിയ തലമുറയില, അബ്രഹാമിന്റെ കുടുംബത്തില നാം ജനിച്ചു വീഴുന്നത്. അബ്രഹാമിന്റെ തലമുറയിൽ നാം പുതുതായി ജനിച്ചു വീണെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ദൈവം കൊടുത്ത അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടോ അതെല്ലാം നമ്മുടെയും കൂടെ അവകാശമാ. ഹല്ലേലൂയ. അബ്രഹാമ്യ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നു. ഹല്ലേലൂയ. നാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുണ്ടെന്ന് നാം വിശ്വസിച്ചു, അത് നമുക്ക് സ്വർഗം നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. അബ്രഹാമ്യ അനുഗ്രഹം എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ